Hello everyone and welcome back to another episode of 365 Days of English. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പല ഡിഫറെൻറ്റ് ടൈമിൽ ചെയ്യുമ്പം എങ്ങനെ സെൻറ്റൻസസ് ആക്കി പറയാം എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രേസ് കാർട്ടൂൺസ് കാണുന്നു എന്നുള്ളൊരു ഫ്രേസാണ്. സോ നമുക്ക് പറയാം കണ്ടിട്ടുണ്ട്, കാണുന്നു, കാണാറുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് സെൻറ്റൻസസിൽ പറയാം എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സെൻറ്റൻസ്, അവർ ഇന്നലെ കാർട്ടൂൺസ് കണ്ടു. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സോ അവർ ഇന്നലെ കാർട്ടൂൺസ് കണ്ടു. സോ അവരാണ് ഹെഡ്. അപ്പോൾ ദേ ഇന്നലെ, യെസ്റ്റർഡേ. സോ യെസ്റ്റർഡേ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുക. സോ അവർ കാർട്ടൂൺസ് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാർട്ടൂൺസ് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. സോ ഇവിടെയും ഹെഡ് അവർ. സോ ദേ ആർ വാച്ചിങ്, അതായത് കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആർ വാച്ചിങ് കാർട്ടൂൺസ്. അവർ കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ആർ വാച്ചിങ് എന്ന് പറയുന്നത്. തേർഡ് സെൻറ്റൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്, അവർ നാളെ കാർട്ടൂൺസ് കാണും. ഇവിടെ അവരാണ് ഹെഡ്. ദേ നാളെ, ടുമോറോ. സോ അത് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുക. കാർട്ടൂൺസ് കാണും. സോ കാണും എന്നാണ് പറയുന്നത്. അപ്പം വിൽ വാച്ച് എന്നായിരിക്കും വരിക. സോ വിൽ വാച്ച്. സോ എന്താണ് വാച്ച് ചെയ്യാൻ പോകുന്നത്? കാർട്ടൂൺസ്. അപ്പോൾ ദേ വിൽ വാച്ച് കാർട്ടൂൺസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. ദേ വിൽ വാച്ച് കാർട്ടൂൺസ് ടുമോറോ. നെക്സ്റ്റ് സെൻറ്റൻസ്, അവർ കാർട്ടൂൺസ് കാണാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെയാണ് പറയുന്നത്. സോ ഇവിടെ അവരാണ് ഹെഡ്. സോ ദേ കാർട്ടൂൺസ് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുക. കാണാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നു. യൂസ്ഡ് ടു വാച്ച് എന്നായിരിക്കും നമ്മൾ എഴുതുക. സോ യൂസ്ഡ് ടു വാച്ച്, കണ്ടുകൊണ്ടിരുന്ന് എന്നാണ് പറയുക. അപ്പോൾ ദേ യൂസ്ഡ് ടു വാച്ച് കാർട്ടൂൺസ്. ലാസ്റ്റ് സെൻറ്റൻസ്, അവർ ഈ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ അവർ ദേ ആണ് ഹെഡ് വരുന്നത്. കണ്ടിട്ടുണ്ട്, ഹാവ് വാച്ച്ഡ് എന്നായിരിക്കും വരിക. സോ ഹാവ് വാച്ച്ഡ്. എന്ത് കണ്ടിട്ടുണ്ട്? കാർട്ടൂൺ. സോ ദേ ഹാവ് വാച്ച്ഡ് ദിസ് കാർട്ടൂൺ എന്നായിരിക്കും നമ്മൾ എഴുതുക. ദിസ് കാർട്ടൂൺ. അപ്പോൾ ദേ ഹാവ് വാച്ച്ഡ് ദിസ് കാർട്ടൂൺ. അവർ ഈ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ നോക്കിയത് ഒരു കാര്യം പല സമയത്ത് ചെയ്യുമ്പം എങ്ങനെയാണ് സെൻറ്റൻസസ് ഡിഫറൻസ് ആക്കി നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. സോ നിങ്ങളും ഒരു ഹാബിറ്റ് ചൂസ് ചെയ്ത് പല ഡിഫറെൻറ്റ് സെൻറ്റൻസസിലാക്കി എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.